about yourself or introduce yourself. മിക്ക ഇൻ്റർവ്യൂസിലും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനനുസരിച്ചാണ് പിന്നീടുള്ള ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്ന വ്യക്തി അഥവാ ഇൻ്റർവ്യൂവർ ശ്രദ്ധിച്ച് വിലയിരുത്തുക. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പറയുക. പക്ഷേ മിക്കവരും ഈ ചോദ്യത്തിന് പതറി ഉത്തരങ്ങൾ കുളമാക്കാറുണ്ട്. ഈ ചോദ്യത്തിന് ഉള്ള ഉത്തരം ഒരിക്കലും കാണാപാഠമാക്കി പറയേണ്ടതൊന്നല്ല. നമ്മുടെ പേര്, അഡ്രസ്, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ CV അല്ലെങ്കിൽ ബയോഡാറ്റയിൽ ഉണ്ടായിരിക്കും. എന്നിട്ടും ഇൻ്റർവ്യൂവർ എന്തിനാണ് വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഉത്തരം വളരെ സിമ്പിളാണ്. അവർക്ക് നിങ്ങളെക്കുറിച്ച് വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടി തന്നെ. ദ വേ യു സ്പീക്ക് അഥവാ നിങ്ങളുടെ സംസാര ശൈലിയിലൂടെ നിങ്ങളെക്കുറിച്ച് എല്ലാം ഇൻ്റർവ്യൂവർ മനസ്സിലാക്കും. നിങ്ങൾ ആ ജോലിക്ക് അനുയോജ്യനാണോ? നിങ്ങൾ സ്മാർട്ടാണോ? നിങ്ങളുടെ ഭാഷ സ്ഫുടതയും ഒഴുക്കുമെല്ലാം ഇതിലൂടെ ഇൻ്റർവ്യൂവർ മനസ്സിലാക്കും. സോ അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻസോടെയും സ്മാർട്ടായും മറുപടി പറയുക. ഇതിനുവേണ്ടി നിങ്ങൾ കുറച്ച് മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ ഈസിയായി നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും. സിമ്പിളായി സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യമായി നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഐ ആം ദീപ്തി, ഐ ബിലോങ് ടു കൊച്ചി, അല്ലെങ്കിൽ ഐ കം ഫ്രം കൊച്ചി, അല്ലെങ്കിൽ ഐ ലീവ് ഇൻ കൊച്ചി. ഇനി നിങ്ങൾ വിദേശത്താണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ രാജ്യം മെൻഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഐ എം ദീപ്തി, ഐ എം ഫ്രം ഇന്ത്യ. അതിനുശേഷം നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് പറയണം. വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയാം. For example, I have 3 years of experience as a teacher in Cochin Public School. അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്ത ആ സ്ഥാപനത്തെക്കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ എക്സലൻറ്റ് സ്കൂൾ ഇൻ കൊച്ചി. ദിസ് സ്കൂൾ ഓൾവേസ് ഗീവ്സ് 100% റിസൾട്ട്. അതിനുശേഷം നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം: ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്ത ജോബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്ട്രാ സ്കിൽസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, I have ability to approach friendly with students. I can plan, prepare and deliver the lessons to students. I can help students to improve their listening, speaking, reading and writing skills, both individual and group sessions. Finally, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ബട്ട് അത് ഷോർട്ടും സിമ്പിളും ആയിരിക്കണം. For example, about my family. There are 5 members in my family. My father is a government employee and mother is a homemaker. I have got one elder brother and a younger sister. ഇനി ഇതൊക്കെ എങ്ങനെ ഒരുമിച്ച് പറയാമെന്ന് നോക്കാം. I am Deepthi. I live in Kochi. I have 3 years of experience as a teacher in Cochin Public School. It is one of the excellent school in that place. That school always gives 100% results. I have completed my post-graduation in English. I have ability to approach friendly with students. I can plan, prepare and deliver the lessons to students. I can help students to improve their listening, speaking, reading and writing skills, both individual and group sessions.
There are 5 members in my family. My father is a government employee and mother is a homemaker. I have got one elder brother and younger sister. ഇങ്ങനെയാണ് സിമ്പിളായി സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകേണ്ടത്. ഇനി ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപായി കണ്ണാടിയുടെ മുൻപിലോ കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ മുൻപിലോ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താനെ കോൺഫിഡൻറ്റ് വന്നിരിക്കും. അതുപോലെ പുഞ്ചിരിയോടെയും പ്ലസൻ്റായും ഇൻ്റർവ്യൂവിന് മുൻപിൽ ഇരിക്കുക. മാന്യമായ വസ്ത്രധാരണം നടത്തുക. ഓവർ മേക്കപ്പ് അരുത്. നിങ്ങളുടെ പഠിത്തവും ജോബ് എക്സ്പീരിയൻസും സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 2 പെന്നുകൾ എന്നിവ മറക്കാതെ കരുതുക. ഇനി ശുപാർശ കത്തുകൾ ഉണ്ടെങ്കിൽ അതും കരുതുക. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ എന്ത് ഉത്തരം പറഞ്ഞു എന്നല്ല പ്രധാനം, നിങ്ങൾ എങ്ങനെ ഉത്തരം പറഞ്ഞു എന്നതാണ് പ്രധാനം. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആ സ്ഥാപനത്തെക്കുറിച്ച് ഒരു മുൻധാരണ വേണം. ഈ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഇൻ്റർവ്യൂവും ധൈര്യത്തോടെ അറ്റൻഡ് ചെയ്ത് സക്സസ് ആകാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.